ഫൈനലി ഞാൻ കണ്ടെത്തിയ ടെലിഗ്രാം മാഫിയയുടെ പിന്നിലുള്ള ആളുടെ ശബ്ദം, മൈൻഡ് സെറ്റ്, ഇതൊക്കെ ചെയ്യാനുള്ള ആളുടെ ന്യായീകരണം എന്താണെന്നൊന്ന് കേൾക്കാം. എത്ര ടീനേജേഴ്സ് ആണ് ഈ കോൺട്രാക്ട് ഇട്ടത് വഴി വഴി തെറ്റുന്ന വല്ല ടെലഗ്രാമിൽ ഒരു തോന്നിവാസം കാണിക്കുന്ന ഗ്രൂപ്പുകളെ എക്സ്പോസ് ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഗ്രൂപ്പ് കാൻഡിഡ്. എല്ലാവർക്കും നമസ്കാരം. ടെലഗ്രാം ഗ്രൂപ്പുകൾ നാളെ നിങ്ങളുടെയോ എന്റെയോ അമ്മയുടെയോ പെങ്ങളുടെയോ ഭാര്യയുടെ ഒക്കെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഫോട്ടോ അതിൽ വന്ന് കച്ചവട ചരക്കായി മാറി എന്ന് കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനായിട്ടൊന്നുമില്ല. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോട്ടോകൾ മറ്റു ഗ്രൂപ്പുകളിൽ കച്ചവടമായി മാറുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ സൈബർ സെക്യൂരിറ്റി വിങ്ങിനെ കുറച്ച് സ്ട്രോങ് ആക്കി ഇതിനൊക്കെ ഒരു തക്ക നടപടി എടുത്തില്ലെങ്കിൽ നമ്മുടെ കേരളം മൊത്തം തൊലഞ്ഞ് നാറാണത്താവും. ഇവിടെ മറ്റേ പെമ്പിള്ളാർക്ക് ഫ്രീ ബസ് വിടാനും ഫ്രീ ട്രാവലിംഗും ഒക്കെ വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അല്ലെങ്കിൽ കുറച്ച് ഫ്രീ ഫുഡ് കൊടുത്തിട്ടും വലിയ കാര്യമില്ല. കൊടുക്കുന്നത് നല്ലതാണ്, തെറ്റല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അതിനേക്കാളും ഉപരി ഇവിടെ ചെയ്യേണ്ടതും പൂട്ടേണ്ടതുമായിട്ട് ഉള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതുപോലത്തെ തന്തയില്ലാത്തമാര് നടത്തുന്ന ഗ്രൂപ്പുകൾ, ഓരോ പെണ്ണുങ്ങളും സ്വന്തം അമ്മയും പെങ്ങളെയും വരെ വച്ച് വിറ്റ് ജീവിക്കുന്ന കുറെ ചറ്റകൾ നടത്തുന്ന ഗ്രൂപ്പുകൾ, ഇത്തരം ഗ്രൂപ്പുകളാണ് ഇവിടെ ആദ്യം പൂട്ടേണ്ടത്. ഇവിടെ ടെലഗ്രാം ബാൻ ചെയ്താലും തെറ്റൊന്നുമില്ല. സാധാരണ ഇവിടെ കുറെ പേര് സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ടൊക്കെ ടെലഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. അതില്ലെങ്കിലും കുഴപ്പമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വിഷമം വരും. പക്ഷെ അതിനേക്കാൾ ഉപരി ഇവിടെ പെമ്പിള്ളാര്, അത് നമ്മുടെ അമ്മയാവാം, പെങ്ങളാവാം, ഭാര്യയാവാം, സഹോദരിയാവാം, മക്കളാവാം, ആരാവാം, പെമ്പിള്ളാരെയും ആമ്പിള്ളാരെയും വെച്ച് അടക്കം വിറ്റ് കച്ചവട ചരക്കാക്കുന്ന തന്തയില്ലാത്ത കുറെ ഗ്രൂപ്പുകളുണ്ട്. ഇത്തരം സാധനങ്ങളാണ് ഇവിടെ പൂട്ടേണ്ടത്. ഇത്തരം ആപ്ലിക്കേഷൻ ഇവിടെ ബാൻ ചെയ്താലും തെറ്റില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സത്യം പറഞ്ഞാൽ നടക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഇതുപോലത്തെ കാര്യങ്ങളാണ്. ഹെലനോസ് പാട്ട, പണ്ട് ധന്യയുടെ കേസിൽ പണ്ട് ഇതുപോലെ ഒരു നായിന്റെ മോൻ മോർഫ് ചെയ്ത ഫോട്ടോ, അത് അവൾ പരാതിയായിട്ട് പോയിട്ട് ഒരു തേങ്ങയും നടന്നിട്ടില്ല. സൈബർ സെക്യൂരിറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഇതൊരു തമാശയായിരിക്കും. അവർക്ക് ചൂട് തട്ടണമെങ്കിൽ അവരുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ ഫോട്ടോ അതുപോലെ വരണം, എങ്കിലേ അവർക്കൊക്കെ ചൂട് തട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ചൂടൊന്നും തട്ടത്തില്ലേ സാറന്മാരെ. എന്തായാലും കൊള്ളാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. എല്ലാവരും വീഡിയോ മാക്സിമം കാണുക. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. വേദലക്ഷ്മി നമുക്കറിയാലോ, ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ലാസ്റ്റ് സീസണിലെ കണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പോൾ വേദലക്ഷ്മി ഈ ടെലഗ്രാം ഗ്രൂപ്പിന്റെ പിന്നാലെ കുറെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ കുറെ തന്തയില്ലായ്മകളും മറ്റേ അടുത്ത പരിപാടികളൊക്കെ പൂട്ടിക്കെട്ടാനും അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വേദലക്ഷ്മി അന്വേഷിച്ച് ഇറങ്ങിയപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സൈബർ സെക്യൂരിറ്റിക്കും ഇവിടുത്തെ സൈബർ സെല്ലിനും ഇതൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം ലജ്ജ മാത്രമേ ഉള്ളൂ. സീരിയസ്ലി, വെറും ഒരു സാധാരണക്കാരിയായ വേദലക്ഷ്മി ഇതിന്റെ പിന്നാലെ പോയിട്ട് ഇത്രയൊക്കെ കണ്ടെത്തിയെങ്കിൽ ഇവിടുത്തെ നിയമത്തിനും നിയമവ്യവസ്ഥയ്ക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ ഇതൊക്കെ കണ്ടെത്താൻ വലിയ പാടുള്ള കേസൊന്നുമില്ല. ഇതിന്റെ പിന്നാലെ പോയിട്ട് ഇതെല്ലാം അടച്ചു പൂട്ടാൻ വലിയ പാടൊന്നുമില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാഫിയെ അടച്ചു പൂട്ടി തൊലയ്ക്കാനും വലിയ പാടൊന്നുമില്ല. ഇങ്ങനെ ആദ്യം ഈ പറയുന്ന പോലത്തെ നഗ്ന ഫോട്ടോകളും അതും ഇതുമൊക്കെ കച്ചവടമാക്കി പിന്നെ ലഹരിയിലോട്ടും അതും ഇതൊക്കെ ആയിട്ട് ഇവിടുത്തെ യുവതലമുറ തൊലച്ചു നാറാണത്താക്കുന്ന ഗ്രൂപ്പുകളാണ്. ഇത്തരം സാധനങ്ങൾ ഇവിടെ പൂട്ടിക്കെട്ടിയേ പറ്റത്തുള്ളൂ. പണ്ട് തുണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ടെലഗ്രാമിൽ. ഇപ്പൊ അതിനേക്കാളും സ്വന്തം വീട്ടിൽ അമ്മയുടെ പെങ്ങളുടെ ഫോട്ടോ അടക്കം എടുത്തിട്ട് കച്ചവടം നടത്തുന്ന ഗ്രൂപ്പുകളായി മാറി. അയൽവക്കത്തുള്ളവന്മാരെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവർ ചിലപ്പോൾ ഈ ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ അവിടെ എടുത്തിട്ട് കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് വെളിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. സ്വന്തം അയൽവാസിയെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം കച്ചവടം നടക്കുകയാണ്, മാഫിയ നടക്കുകയാണ്. ചെയ്തു കൊണ്ട് വന്നില്ലെങ്കിൽ അവിടെ വേറെ വിഷയങ്ങളാവും. നിന്റെ മറ്റേ ഫോട്ടോ പുറത്തു വിടും, നിന്റെ മറ്റേ ഇത് ബ്ലാക്ക് മെയിലിംഗ്, ഭീഷണി, അങ്ങനെ ഇങ്ങനെ ഒരുപാട് പരിപാടികളാണ് ഇതിന്റെയൊക്കെ അകത്ത് നടക്കുന്നത്. എന്തായാലും വേദലക്ഷ്മി പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്കാം. ഞാൻ കണ്ടെത്തിയ കേരളത്തിലെ ടെലിഗ്രാം പോൺ മാഫിയ എങ്ങനെയാണ് സ്ത്രീകളെയും യുവതലമുറയും ചൂഷണം ചെയ്ത് വിൽപ്പന ചരക്കാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് ക്ലൗഡ് ഡെമോ മോഡൽസ്. മൗത്ത് പബ്ലിസിറ്റി വഴി മാത്രം മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഈ ചാനൽ ഒരു ഫ്രീ ആക്സസ് ചാനലാണ്. പക്ഷെ അക്കൗണ്ട് റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ പ്രൊഫൈൽ വെരിഫൈ ചെയ്തിട്ടേ അഡ്മിൻസ് ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യത്തുള്ളൂ. മലയാളികളായ 100-ൽ കൂടുതൽ സെലിബ്രിറ്റീസ്, മോഡൽസ്, വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ക്രിയേറ്റേഴ്സ്, എക്സ്-BB കോണ്ടസ്റ്റന്റ്സ് എന്നിവരുടെ അർത്ഥനഗ്നമായ 1000-ൽ കൂടുതൽ ഫോട്ടോസും 600-ൽ പരം ഷോർട്ട് വീഡിയോസും ഷെയർ ചെയ്യപ്പെട്ട ഈ ചാനലിൽ 1700-ൽ കൂടുതൽ മെമ്പേഴ്സ് ആണ് നിലവിലുള്ളത്. ഈ ചാനൽ വഴിയാണ് ഇവരുടെ പെയ്ഡ് ചാനലിന്റെ പ്രൊമോഷൻസും മാർക്കറ്റിംഗും നടക്കുന്നത്. അടുത്തത് റോയൽ ആക്സസ്. ഇത് ഈ മാഫിയയുടെ ഫസ്റ്റ് പെയ്ഡ് എൻട്രി ലെവൽ ചാനലാണ്. മുമ്പ് ഞാൻ പറഞ്ഞ 100ഓളം സെലിബ്രിറ്റീസുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫുൾ ലെങ്ത് എക്സ്ക്ലൂസീവ് കോണ്ടന്റ് ഉള്ള ഒരു ചാനലാണിത്. 8000-ഓളം ഫോട്ടോസും 3000-ഓളം വീഡിയോസും ഉള്ള ഈ ചാനലിന്റെ ജോയിനിങ് റേറ്റ് 499 രൂപയാണ്. 350-ൽ കൂടുതൽ ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പ്രൈം ആക്സസ്. 350ഓളം മെമ്പേഴ്സ് ഉള്ള ഈ ചാനലിന്റെ ജോയിനിങ് ഫീ 499 രൂപയാണ്. നമ്മുടെ നാട് ഒരു പോൺ ഹബായി മാറി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കോണ്ടന്റ്സ് ആണ് ഇതിനകത്തുള്ളത്.
അതായത് 100% പോൺ വീഡിയോസ്. അടുത്തത് ഏർലി ആക്സസ്. ഈ ടെലിഗ്രാം മാഫിയ കോൾ ഔട്ട് ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കുന്നത് ഇതിനകത്തെ കോണ്ടന്റ്സ് കാണുമ്പോഴത്തേക്കുമായിരുന്നു. കാരണം ഇതിലുള്ളത് സാധാരണക്കാരായ സ്ത്രീകളുടെ 12,000ഓളം ഫോട്ടോസും 4,000ഓളം വീഡിയോസും ആണ്. അതും അവരുടെ ഫോണിന്റെ ഗാലറിയിൽ നിന്നൊക്കെ ഡയറക്ട്ലി ലീക്ക് ചെയ്ത ടൈപ്പ് ഫോട്ടോസ്. എനിക്ക് 100% ഉറപ്പാണ് ഇത് അവരെവിടെയും പോസ്റ്റ് ചെയ്തതോ അല്ലാതെ സർക്കുലേറ്റ് ചെയ്തതോ അല്ല. ആരോ അവരുടെ ഫോണിന്റെ ഗാലറിയിൽ നിന്ന് തന്നെ ലീക്ക് ചെയ്തിരിക്കുന്ന. ഇത് കണ്ടിട്ട് ആ ഒരു മൊമെന്റ് എനിക്ക് തന്നെ നമ്മുടെ ഫോണൊക്കെ തന്നെ സുരക്ഷിതമാണോ എന്നുള്ളത് ആലോചിച്ചിട്ട് പേടി വന്നൊരു മൊമെന്റ് ആയിരുന്നു അത്. അടുത്തതായി ഏർലി കോർ ആക്സസ്. ഈ ചാനലിന്റെ അഡ്മിൻ തന്നെ പറയുന്നുണ്ട് ഇതിലുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നും ഒരു കാരണവശാലും പുറത്തു പോകരുതെന്ന്. അഥവാ അങ്ങനെ പോയാൽ തന്നെ പോസ്റ്റ് ചെയ്ത അഡ്മിനും കാണുന്ന മെമ്പേഴ്സിനും പ്രശ്നമാകും എന്ന്. നമ്മൾ സാധാരണയായി കാണുന്ന ഡേറ്റിംഗ് ആപ്പ് വഴി സ്ത്രീകളെ നിർബന്ധിച്ച് ചൂഷണം ചെയ്ത് സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയതാണ് ഇതിൽ ഷെയർ ചെയ്യപ്പെടുന്നത്. എന്ത് തന്തയില്ലാത്ത പരിപാടിയുടെ ഇതിന്റെ അകത്ത് നടക്കുന്നേ കണ്ടല്ല. ഇത് ഞാനിനി പ്രത്യേകിച്ച് പറയണോ? ഇതിനൊന്നും എതിരെ നടപടി എടുക്കാൻ ഇവിടെ ആർക്കും കഴിയില്ലേ? ഇവിടെ നിയമത്തിന് ഇതൊന്നും കണ്ണിൽ കാണുന്നില്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിങ്ക് ബസ് പെമ്പിള്ളാർക്ക് മറ്റേ ഫ്രീ വിട്ടിട്ട് കാര്യമില്ല. ഇവിടെ പെമ്പിള്ളാരുടെ ലൈഫ്, ജീവിതം, ജീവൻ എത്ര പേര് സ്വയം ജീവൻ ഒടുക്കി കാണും ഇതുപോലത്തെ ഗ്രൂപ്പുകളും കാര്യങ്ങളും വഴി സർക്കുലേറ്റ് ചെയ്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് കാരണം എത്ര പേര് സ്വയം ജീവൻ ഒടുക്കി കാണും. നമ്മൾ അറിയാതെ പോയി എത്ര ന്യൂസുകൾ കാണും, എത്ര കുട്ടികളുടെ ജീവിതം തൊലഞ്ഞു കാണും, എത്ര പേര് ഡിപ്രഷനും ട്രോമയും മേടിച്ചിരിപ്പുണ്ടായിരിക്കും. ഇവിടെ പെമ്പിള്ളാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഫ്രീ ബസ് വിട്ടു കൊടുത്തിട്ട് അവർ ബസ്സിൽ കയറി പോയിട്ടൊന്നും കാര്യമില്ല. ഇത്തരം തന്തയില്ലായ്മകൾ ഇവിടെ നടക്കുന്നതിന് തടയണം. ഇത് മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതെല്ലാവരും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇനി വണ്ടി പിടിച്ച് തമിഴ്നാട്ടിലോട്ട് പോകേണ്ടി വരും. അവിടെ ഒരു കിടില മുഖ്യമന്ത്രി ഉണ്ട്, ആരെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. അങ്ങോട്ട് പോകേണ്ടി വരും മിക്കവാറും. ഇങ്ങനെയാണ് അവസ്ഥ. ഇവിടെ വളരെ പരിതാപകരമാണ്. ഇത്തരം നാറിയ പരിപാടികൾ ഇവിടെ നടന്നിട്ട് ഒന്നും എതിരെ നടപടി വരുന്നില്ല. ഒരുപാട് സ്ത്രീകളുടെ ജീവിതവും ജീവനുമാണ് ഇവിടെ തൊലഞ്ഞ് നശിച്ച് നാറാണത്താവുന്നത്. ഒരു നിമിഷത്തെ ചിലവർ അറിഞ്ഞിട്ട് പോലുമില്ല. അവരുടെ ഫോട്ടോസ് അവരുടെ ഗാലറിയിൽ നിന്ന് അവരിട്ടിരുന്ന സാധനങ്ങൾ വരെ ലീക്കാവുന്നു. എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല. ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, കൂടെ ഉള്ളവരായിരിക്കാം. ആരാണോ എന്തോ ലീക്ക് ആക്കുന്നത് ഒരു പിടിയും കിട്ടില്ല. അങ്ങനെ പല രീതിയിലാണ് ഇവിടെ കച്ചവടങ്ങൾ നടക്കുന്നത്. എന്തായാലും വേദലക്ഷ്മി പറ. ഫൈനലി ഞാൻ കണ്ടെത്തിയ ടെലിഗ്രാം മാഫിയയുടെ പിന്നിലുള്ള ആളുടെ ശബ്ദം, മൈൻഡ് സെറ്റ്, ഇതൊക്കെ ചെയ്യാനുള്ള ആളുടെ ന്യായീകരണം എന്താണെന്നൊന്ന് കേൾക്കാം. എത്ര ടീനേജേഴ്സ് ആണ് ഈ കോൺട്രാക്ട് ഇട്ടത് വഴി വഴി തെറ്റുന്ന വല്ല ബോധമുണ്ടോ? എന്തോരോ ആൾക്കാർ വലിയ തെറ്റാണെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഞാനത് ഒരിക്കലും ഞാൻ ചെയ്ത തെറ്റ് ന്യായീകരിക്കോ കാര്യങ്ങളോ അല്ല. ഞാൻ ഈ ഒരു ലൂപ്പിൽ പെട്ടുപോയി. ഞാൻ ഈ ചെയ്യുന്ന കാര്യം ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടന്റ് വാങ്ങുമ്പോ അങ്ങനെ ആയിരുന്നു ഞാൻ ആദ്യം. അതായത് ഈ മോഡൽസിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു. പിന്നീട് പൈസ തികയാണ്ടായപ്പോ പൈസ ഇല്ലാണ്ടായപ്പോ, അതായത് പല മോഡൽസും വലിയ എമൗണ്ടിന് 4,000, 3,000, 4,000 ഒക്കെ വെച്ചിട്ടാണ് അവരുടെ ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പൊ അങ്ങനെ വാങ്ങണു. അപ്പൊ എല്ലാരും കൂടെ ആയിട്ട് കുറച്ച് ആൾക്കാരൊന്ന് ഫണ്ട് വാങ്ങിയിട്ട് എല്ലാരും കൂടെ ആ ഗ്രൂപ്പിലേക്ക് ഒരുമിച്ചിടുമ്പോ അങ്ങനത്തെ ഒരു ലൂപ്പിൽ പെട്ടുപോയി. സത്യം പറഞ്ഞ സെക്സ്വൽ ഫ്രസ്ട്രേഷന്റെ ഭാഗമായിട്ട് പെട്ടുപോയതാണ്. പക്ഷെ ഇതിന്റെ പൂർണ്ണത്തരവാദിത്വം ഞാനല്ല. ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഞാൻ ലീക്ക് ചെയ്തിട്ടില്ല. എല്ലാവരും എനിക്ക് ലീക്ക് ചെയ്യാനുള്ള ആക്സസോ കാര്യങ്ങളും ഇല്ല. ലീക്ക് ചെയ്യുന്നത് ഇതിനേക്കാളും വലിയ മാഡം, ഇത് പൈസക്ക് അല്ലാണ്ട് ചെയ്യുന്ന വലിയ സൈക്കോപാത്തുകളുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ അവർക്ക് അവരുടെ സുഖം എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ ഷെയറിങ്ങും കാര്യങ്ങളുമാണ്. അല്ലാണ്ട് അവർക്ക് പൈസയും കാര്യങ്ങളല്ല. അത് ആ ഒരു ലൂപ്പ് പെട്ടുപോയിട്ട് ഞാൻ അങ്ങനെ പിന്നെ അടുത്ത സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂസീവ് ഇടുന്നുണ്ട്, മോഡൽ എടുത്ത് എക്സ്ക്ലൂസീവ് ഇടുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഞാനത് അടുത്ത പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ട്. അത് എന്നിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ അന്ന് മാഡം എന്നോട് ഒരു കാര്യം ചോദിച്ചു, നിന്റെ ആ ഗ്രൂപ്പിൽ നീ ഇങ്ങനെ ഇട്ടിട്ടില്ലേ, വേറെ ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇതാക്കാൻ പാടില്ല. അത് ഇട്ടെന്ന് പറഞ്ഞാല് ഈ ജിപ്സം എന്ന് പറയുന്ന അവരുടെയൊക്കെ ലൈവ് അത്ര പേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. 24-25 ആൾക്കാർക്കൊക്കെ. അത് കാരണം അവർ ലൈവ് പോസ്റ്റ് ചെയ്യുന്നത് 3,000, 2,000 ാണ് ഒറ്റ ലൈവിന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ചാർജ് ഇടാൻ അത്രയും ആളുണ്ടാവില്ല. അപ്പൊ എന്റെ ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ട്. അപ്പൊ ആ വീഡിയോ പുറത്തു പോയി കഴിഞ്ഞാൽ ഈ 24 ആൾക്കാരെ പൊക്കിയാൽ അവർക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കോർ ഗ്രൂപ്പിൽ ഇട്ടത്. ഇത് അഡ്മിൻ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും പ്രശ്നമാണ്. അങ്ങനെ ഞാൻ പല എമൗണ്ട് യൂസ് ചെയ്തതും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് ആ ഒരു ലൂപ്പ് പെട്ടുപോയോണ്ട് പിന്നെയും മോഡൽസ് ആൾക്കാര് പുതിയ എക്സ്ക്ലൂസീവ് ഞാൻ ഇട്ടിട്ടുണ്ട് വാച്ച് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ പല ഇതിലും ഇടുമ്പോ നമ്മൾ അതിൽ കയറി പോകുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി. അല്ലാതെ ഞാൻ ആ ഒരാളുടെ ഇതെടുത്തിട്ട് ഇതാക്കാനോ ഒരാളുടെ ലൈഫ് നശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടോ ചെയ്തതല്ല. പണത്തിന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ ലൈഫ് തകരുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം സൈക്കോപാത്തുകളുടെ കൂട്ടായ്മ കൂടെയാണ് ഇത്തരം ടെലിഗ്രാം ഗ്രൂപ്പുകൾ. മോർഫിംഗ് കോണ്ടന്റ്സും ലീക്ക് കോണ്ടന്റ്സും മാത്രമല്ല, ലൈവിലും എക്സ്ക്ലൂസീവ് കോണ്ടന്റ്സിലും വന്ന്
പണത്തിന് വേണ്ടി സ്വയം പ്രദർശന വസ്തുവായി മാറുന്ന സ്ത്രീകളുണ്ട്. ടീനേജേഴ്സ് ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് ഇതെല്ലാം കണ്ട് വഴിതെറ്റുന്നത്. ഈ നെറ്റ്വർക്കിലെ ചെറിയൊരു കണ്ണി മാത്രമാണ് ഞാൻ കണ്ടെത്തിയ ആൾ. കേരളം കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയൊരു ടെലിഗ്രാം പോൺ മാഫിയ തന്നെ ഉണ്ടെന്നാണ് ഇയാളിലൂടെ അറിയാൻ സാധിച്ചത്. എന്റെ ലിമിറ്റേഷൻസ് വെച്ച് എനിക്ക് കണ്ടെത്താൻ സാധിച്ചത് ഇത്രയും മാത്രമാണ്. നമ്മുടെ ഗവൺമെന്റോ ഒഫീഷ്യൽസോ വിചാരിച്ചാൽ ഈ മാഫിയ 100% ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വേദലക്ഷ്മിയുടെ ആ ഒരു ഇത് വെച്ചിട്ട് കണ്ടെത്തിയതാണ് ഇത്രയും. ഇതുവരെ വേദലക്ഷ്മിക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമത്തിനും സൈബർ സെക്യൂരിറ്റിക്കും എത്രത്തോളം കണ്ടെത്താൻ പറ്റുമെന്ന് ചിന്തിച്ചാൽ മാത്രം മതി. മനസ്സിലാവും. ഈ മാഫിയെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനും പൂർണ്ണമായിട്ട് പൂട്ടിക്കെട്ടാനും ഇവിടത്തെ നിയമത്തിന് സാധിക്കും, ഇവിടത്തെ സൈബർ സെക്യൂരിറ്റിക്ക് സാധിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങളുടെ ശ്രദ്ധയിലാണ് ഇതെല്ലാം പെടേണ്ടത്. നിങ്ങൾ ഇതിൽ ഇനിഷ്യേറ്റീവ് എടുക്കണം, എടുത്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മകൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, അമ്മ അടക്കം എല്ലാം ഇതിൽ വരും. ആ രീതിയിലോട്ട് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ഇതിന്റെ ഫുൾ മാഫിയം തൂക്കി പൂട്ടിക്കെട്ടണം. തന്തയില്ലായ്മ ഉള്ള പരിപാടിയാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത്. അത്രയ്ക്ക് വലിയ ചെറ്റ പരിപാടികളാണ് നടക്കുന്നത്. ഓരോ സ്ത്രീകളുടെ ലൈഫ് വെച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് കളിക്കുന്നത്. സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിറഞ്ഞിട്ടുള്ള കാമക്കടവുകളും അതുപോലെ തന്നെ വിൽപ്പനയാണ്, കച്ചവടം. ഇത് അടുത്തിന് പോകുന്ന സ്റ്റേജ് ഡ്രഗ്സ് കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ പല രീതിയിൽ പോകും. ഇന്ത്യയിൽ തന്നെ ഈ പറയുന്ന ടെലഗ്രാം നമ്മുടെ രാജ്യത്ത് ബാൻ ചെയ്യാൻ സാധിച്ചാൽ അത്രയും നല്ലത്. ഇത് നമ്മുടെ മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ ഇനിഷ്യേറ്റീവ് എടുക്കണം. അതിനുശേഷം ഇത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലോട്ട് ഈ കാര്യം പോകണം. ഇത് വലിയൊരു വൻ മാഫിയയാണ്. നമ്മുടെ വരും തലമുറ അടക്കം നശിപ്പിക്കുന്ന വൻ മാഫിയ. അത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലുള്ള ആൾക്കാരാവാം, നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരാവാം, പറയാൻ പറ്റത്തില്ല ആരൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പെട്ടിട്ടുള്ളതെന്ന്. ചിലപ്പോൾ നാളെ നിങ്ങളും ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഫോട്ടോസും ഇതിൻ്റെ അകത്ത് വന്നേക്കാം. പേടിക്കേണ്ട കാര്യമില്ല, കടുങ്കൈ ഒന്നും ചെയ്യണ്ട. ഇതിനെതിരെ നമുക്ക് പോരാടണം, ശക്തമായിട്ട് നമ്മൾ എല്ലാവരും സംസാരിക്കണം. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെറിയ കാര്യമായിട്ടല്ലാണ്ട് ഇതിൽ വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്തേ പറ്റത്തുള്ളൂ. ഇവിടെ പിങ്ക് ബസ് വിടുന്നതിൽ തിടുക്കം കാണിച്ചിട്ട് കാര്യമില്ല, മോഡിഫിക്കേഷനിൽ കൈയടി നേടിയിട്ട് കാര്യമില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഇത് നമ്മുടെ നാട് നശിപ്പിക്കുന്ന ഒരു വലിയ വിപത്താണ്. ഇതിനെ നമ്മൾ ഇപ്പം തടഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഇനി പിടിച്ചാൽ കിട്ടാത്ത ലെവലിലോട്ട് ഇത് വളരും. ഇപ്പം തന്നെ ഇത് വെറും ഒരു ചെറിയ കണ്ണിയാണ് വേദലക്ഷ്മി തൂക്കിയത്. വേദലക്ഷ്മിക്ക് അത് തൂക്കാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് ഇവിടുത്തെ നിയമത്തിന് ഇതിന്റെ ഫുൾ കണ്ണിയും തൂക്കി പൂട്ടിക്കെട്ടാൻ സാധിക്കുന്നില്ല? ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഈ വിഷയം മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ അടക്കം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായി മാറണം. ഇത് വെറും ആപ്പ കേസായിട്ട് എടുത്തിട്ടല്ലേ. ഇവിടെ ഒരു പല തീട്ട കേസുകളും എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്ന മെയിൻ സ്ട്രീം മീഡിയകൾ അടക്കം ഈ ഒരു വിഷയത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് ചർച്ച ചെയ്യണം. നമ്മളെക്കാൾ എന്തുകൊണ്ടും മെയിൻ സ്ട്രീം മീഡിയകൾക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാക്സിമം ആൾക്കാരിലേക്ക് ഈ വീഡിയോകൾ ഷെയർ ചെയ്യുക. ഒരുപാട് പേര് ഇപ്പൊ ഈ വീഡിയോയുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് യൂട്യൂബേഴ്സ് വീഡിയോസ് ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസും നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. വേദലക്ഷ്മി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഇനി ഈ ഗ്രൂപ്പുമായി റിലേറ്റ് ചെയ്തിട്ട് മറ്റൊരു പയ്യൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരുപാട് തന്തയില്ലായ്മകൾ നടക്കുന്ന ഈ പല ഗ്രൂപ്പുകളെ പറ്റിയിട്ട് ആ പയ്യൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ടെലഗ്രാമിൽ ഒരു തോന്നിവാസം കാണിക്കുന്ന ഗ്രൂപ്പുകളെ എക്സ്പോസ് ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ ഗ്രൂപ്പ് കാൻഡിഡ് എന്ന് പറഞ്ഞത് ഈഗിൾ ഗെയിമിംഗ് ഇതിനു മുമ്പ് എക്സ്പോസ് ചെയ്ത ഒരു കാര്യമാണ് കാൻഡിഡ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് കാൻഡിഡ് ഗ്രൂപ്പ്സിന്റെ ഫോട്ടോസ് ഞാനിവിടെ പ്രൂഫിന് വേണ്ടി ഞാനിവിടെ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാനുണ്ട്. ഓക്കെ, ഈ കാൻഡിഡിന്റെ തന്നെ വേറൊരു വേർഷനാണ് നെയ്ബർ സ്പൈ. ഇവരുടെ ജനലിലൂടെ എന്ത് ചെയ്യും, അപ്പുറത്തെ വീട്ടിലുള്ള ആന്റിമാർ ചേച്ചിമാർ എന്താ ചെയ്യണമെന്നുള്ളതിന്റെ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, അവരലക്കുമ്പോൾ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അവരുടെ കുളിമുറി എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എത്തിയെടുക്കുക. കാൻഡിഡേറ്റ് തന്നെ വലിയൊരു വിഭാഗക്കാരാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാർ. ഓക്കെ, അപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ നമ്മൾ വീട്ടുകാർ ഇരിക്കുമ്പോൾ ജനലൊക്കെ തോന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ കൂടി എടുക്കുന്ന ടീമുകളൊക്കെ ഉണ്ട്. അടുത്തത് ഗൂഗിൾ ഡ്രൈവ് എന്താണെന്ന് വെച്ചാൽ ഈ കല്യാണങ്ങൾ നടക്കുമ്പോൾ, കോളേജിൽ ഫംഗ്ഷൻ നടക്കുമ്പോൾ, ഓണ സെലിബ്രേഷൻസ് നടക്കുമ്പോൾ, ഫെസ്റ്റ് നടക്കുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ പല പരിപാടികൾക്ക് ഈ ക്യാമറാമാൻ ആൾക്കാരും വരുമല്ലോ. അപ്പൊ അവര് ഈ എടുത്തിരുന്ന ഫോട്ടോ ഐദർ അവരല്ലെങ്കിൽ ഇത് കോളേജ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുമല്ലോ ഫോട്ടോസ് എല്ലാം കിട്ടാൻ വേണ്ടി. അവിടെ നിന്നോ ഇവരെന്ത് ആ ലിങ്ക് എടുത്തിട്ട് ഗ്രൂപ്പുകളിൽ കൊണ്ടുപോയിട്ടിട്ട് ഒന്നില്ലെങ്കിൽ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ട് വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഫോട്ടോസ് എന്ന് വെച്ചാൽ റോ ഫോട്ടോസ് ആയിരിക്കും അതിന്റെ അകത്ത് ഉണ്ടാവും കൂടുതലും. എന്ന് വെച്ചാൽ ഇവര് റാൻഡംലി ക്ലിക്ക് ചെയ്യണ എല്ലാ ഫോട്ടോസും അതിന്റെ അകത്ത് ഉണ്ടാവും. അതിൽ ചിലപ്പോൾ വൾഗാർ ഫോട്ടോസ് ഉണ്ടാവും, എല്ലാത്ത നോർമൽ ഫോട്ടോസ് ഉണ്ടാവും, ഡ്രസ്സ് തെറ്റിയ ഫോട്ടോസ് ഉണ്ടാവും. അങ്ങനെ ആ ഫോട്ടോസ് കോളേജുകളുടെയും ഓണ സെലിബ്രേഷൻ നടത്തുന്ന ആൾക്കാരുടെയും ഈ ക്യാമറാമാൻമാർ വന്നെടുത്ത് ഫോട്ടോ ഗൂഗിൾ ഡ്രൈവിലിട്ട് അത് ആ ലിങ്ക് ഇവര് പരസ്പരം സെല്ല് ചെയ്യുകയും എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കേട്ടല്ലോ, ആരെ വിശ്വസിക്കാൻ പറ്റും? കൂടെ ഇരിക്കുന്നവളെയും പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ, റോഡിലൂടെ നടന്നു പോകുന്ന സ്ത്രീകളുടെ, അടുത്ത വീട്ടിൽ തുണി നനയ്ക്കുന്നത്, കുളിക്കുന്നത് അടക്കം സ്ത്രീകളുടെ, ഇതെല്ലാം ഇതിന്റെ അകത്ത് കച്ചവടമായി മാറുകയാണ്. നാളെ നിങ്ങളുടെയും എന്റെ വീട്ടിലെ സ്ത്രീകളും ഇതുപോലെ കച്ചവടച്ചരക്കായി മാറും. റോഡിലൂടെ അവർക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും.
റോഡിലൂടെ നടന്നു പോകുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും അവരുടെ എല്ലാ ഫോട്ടോസ് ഇതുപോലെ വരുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു എത്രത്തോളം വിപത്താണ് ഇവിടെ നടക്കുന്നതെന്ന്. ഇത് തടഞ്ഞില്ലെങ്കിൽ ഇത് ചെറിയൊരു കാര്യമല്ല, ഇത് തടഞ്ഞേ പറ്റത്തുള്ളൂ. തടയണം. വഴിയിൽ ആരൊക്കെ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം നമുക്കറിയത്തില്ല. ഇന്ന് എല്ലാവരുടെ കയ്യിലുള്ള ഫോണുണ്ട്. അതുപോലെ എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, ഒരു പ്രായം വരെ ഐ തിങ്ക് ഒരു ഡിഗ്രിയൊക്കെ എത്തുന്നത് വരെയെങ്കിലും കുട്ടികൾക്ക് മൊബൈൽ ഫോണുകൾ വാങ്ങി കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ച് കുട്ടികളടക്കം ഇതിന്റെ അകത്ത് പോയി പെടും. ഉറപ്പാണ്, കൺഫേം ആണ്. കുട്ടികളടക്കം ഈ പറയുന്ന പോലെ ഗ്രൂപ്പുകൾ പറയുന്ന പോലെ സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും ഫോട്ടോ വരെ എടുത്ത് അവർ വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് സെയിലാക്കി കാശ് വാങ്ങും. അത്തരം ചെറ്റത്തരങ്ങൾ വരെ ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. സ്വന്തം അമ്മ കിടന്നുറങ്ങുന്നതും സ്വന്തം പെങ്ങൾ കിടന്നുറങ്ങുന്നതും അടക്കം ഇതിൻ്റെ അകത്ത് സെല്ല് ചെയ്യുന്നുണ്ട്. പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് സെല്ല് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഇതിനൊരു തടയിട്ടേ പറ്റത്തുള്ളൂ. കാരണം നടക്കുന്നത് കണ്ടല്ലോ, തൊട്ടടുത്ത വീട്ടിൽ കുളിക്കുന്നത്, ബസ്സിൽ യാത്ര ചെയ്യുന്ന സകലമാന സ്ത്രീകളുടെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കണ്ടാലും കേട്ടാലും ഈ പറയുന്ന പോലെ ചില ഓൺലൈൻ മീഡിയാസ് ഇനാഗ്രേഷന് വരുമ്പോൾ ഓരോ സ്ത്രീകളെ എക്സ്പോസ് ചെയ്ത് എടുക്കുന്നത് പോലെ യുവമാര് വേറെ രീതിയിൽ ഇപ്പൊ വഴിയെ പോകുന്ന സ്ത്രീകളടക്കം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത്. വെറും ചെറ്റത്തനങ്ങൾ എല്ലാം പണത്തിന് വേണ്ടിയും കാമത്തിന് വേണ്ടിയും തീർക്കാൻ, ഈ കഴപ്പ് തീർക്കാനൊക്കെയാണ് ഇതിന്റെ അകത്ത് സെല്ല് നടക്കുന്നത്. ഇത് നേരെ അടുത്ത് പോകുന്ന ഡ്രഗ്സിലോട്ടാണ്. മാഫിയ വേറെ ലെവലിലാണ് ഈ സംഭവങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. ദയവ് ചെയ്തിട്ട് ഇതിനൊരു നടപടി എടുത്തേ പറ്റത്തുള്ളൂ. ഇതിൽ വേറെ അപ്പീലൊന്നും ഇല്ല ഇനി. ഓക്കെ, ഇനി ടെലഗ്രാമിൽ ഏറ്റവും സീനായിട്ടുള്ള ഗ്രൂപ്പുകളെ പറഞ്ഞുതരാം. ഒന്ന് ഇൻസെറ്റ്സും പിന്നെ ഒന്നും കക്കോൾ എന്ന് പറയുന്ന വിഭാഗക്കാരാണ്. അവര് മെയിനായിട്ട് ഈ കക്കോൾ എന്ന് പറയുമ്പോൾ ബോയ് ഫ്രണ്ട്, ഈ ഗേൾ ഫ്രണ്ടിന് ന്യൂഡിറ്റി ഇടുക, അല്ലെങ്കിൽ ഹോട്ട് ന്യൂഡിറ്റി അങ്ങനെ ഇടുക, അല്ലെങ്കിൽ എക്സിന്റെ ന്യൂഡിറ്റി ഇടുക, അല്ലെങ്കിൽ വൈഫിന്റെ, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയത്, അല്ലെങ്കിൽ ഇവർക്ക് ഉണ്ടാകുന്ന വേറെ ബന്ധങ്ങളിലെ പെൺപിള്ളേരുടെ ഫോട്ടോസ് ഇടുക, വീഡിയോസ് ഇടുക, അത് ഷെയർ ചെയ്യുക, അത് എക്സ്ചേഞ്ച് ചെയ്യുക, അതിൽ സന്തോഷം കണ്ടെത്തുന്ന അല്ലെങ്കിൽ അതിൽ പ്ലഷർ കണ്ടെത്തുന്ന ഒരാൾക്കാരാണ് ഈ കക്കോൾ എന്ന് പറയുന്നത്. അതിനിപ്പോ അവർക്ക് ചവറോര ഗ്രൂപ്പ് നമുക്കുണ്ട്, അവരാണ് മെയിൻ ത്രെഡ്സ്. ഓക്കെ, ഇനി ഇതാണ് ഈ കക്കോൾഡ് എന്ന് പറയുന്നത്. ഇനി ഇൻസെന്റ് എന്ന് പറയുമ്പോൾ സ്വന്തം വീട്ടുകാരുടെ ഫോട്ടോസ് ഉള്ളവര്. ഓക്കെ, വീട്ടുകാരുടെ ന്യൂഡിറ്റി, വീട്ടുകാരുടെ അമ്മയുടെ ന്യൂഡിറ്റി, പെങ്ങളുടെ ന്യൂഡിറ്റി, കസിൻസിന്റെ ന്യൂഡിറ്റി, ഹോട്ട് നൈറ്റിയിലുള്ള ഫോട്ടോ, നൈറ്റിന്റെ അടിയിൽ കൂടിയുള്ള ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ ഇടുന്നവരാണ് ഈ ഇൻസെറ്റ്സ് എന്ന് പറയുന്നത്. സ്വന്തം അമ്മയുടെയും പെങ്ങളുടെയും ഫോട്ടോ അടക്കം അതിൻ്റെ അകത്ത് സെയിലാവുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഈ മാഫിയ ലോക്ക് ചെയ്തില്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് വെറും തന്തയിലായ്മയായിരിക്കും ഈ നാട്ടിൽ നടക്കാൻ പോകുന്നത്. ആലോചിച്ച് നോക്ക്. എന്റെ പൊന്നടാ, പേടിച്ചിട്ട് വയ്യ. വീട്ടിലെ സ്ത്രീകളെ പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ടാണ് പോകുന്നത്. എന്തൊക്കെ രീതിയിലാണ് അവിടെ സെയിൽസ് നടക്കുന്നത്. സ്വന്തം വീട്ടിലെ ബാത്റൂമുകളിൽ വരെ ക്യാമറ വയ്ക്കുന്ന ഒരു തലത്തിലോട്ട് മാറിയിട്ടുണ്ട്. കുട്ടികളായിരിക്കാം, കൊച്ചു മക്കളായിരിക്കാം ഇതൊക്കെ ചെയ്യുന്നത്, ആരും അറിയുന്നില്ല. വീട്ടിലെ മക്കളെയൊക്കെ വിശ്വസിച്ചായിരിക്കും അമ്മയും പെങ്ങളൊക്കെ കുളിക്കുന്നതും ഡ്രസ്സ് മാറുന്നതും. അത്രയും അവർ നോക്കേണ്ട കാര്യമില്ലല്ലോ, സ്വന്തം വീടല്ലേ. പക്ഷെ അവിടെ പോലും സേഫ് അല്ല. എങ്ങനെയാണ് ഈ ട്രാപ്പിലോട്ട് ഈ മാഫിയയുടെ ഇടയിൽ കുട്ടികൾ അടക്കം പോയി വീഴുന്നത്? ഒരുപാട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് വിഷയമാണ് ഇതിന്റെ ഇടയിൽ നടക്കുന്നത്. ഇത് ചെറിയൊരു കാര്യമേ അല്ല. തക്കതായ നടപടി എടുത്തില്ലെങ്കിൽ മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയാം, ഈ നാട് പൊട്ടിച്ചോറാവും. ആക്ച്വലി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട്, പില്ല്. ഈ സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തിട്ട് വീട്ടുകാരെ കിടത്തി ഉറക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏതാണ് നമ്മുടെ ടാർഗറ്റഡ് പേഴ്സൺ, ആ പേഴ്സണ് ഈ സ്ലീപ്പിംഗ് പില്ല് കൊടുത്ത് ഉറക്കി ഇങ്ങനെ വീഡിയോസ് എടുക്കണം. അവർ പോലും അറിയില്ല അവർ ഈ സ്ലീപ്പിംഗ് പില്ല് അയച്ചിട്ടുള്ള സീനാണെന്നുള്ളത്. അങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കണേന്റെ ഇത് കുറച്ച് കൂടി വരുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇതിനകത്തുള്ള അഡ്മിൻസും ഇതിന്റെ അകത്തുള്ള വേറെ ടീമുകളും ഈ പിൽസ് ഇതിൽ ത്രൂ സെല് ചെയ്യുന്നുണ്ട്. ഇതിൽ ത്രൂ സെല് ചെയ്യാനും ഇതിങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും ഇതിൽ കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പുകളും കാര്യങ്ങളും എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കണ എന്ന് പറയണെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും ഇവര് വളർന്നു വരുമ്പോ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ മെയിൻലി വീട്ടുകാരുടെ ഫോട്ടോസ്, ഈ ഇൻസെൻസ്, ഈ അങ്ങനത്തെ അവരുടെ ഈ ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനത്തെ കാര്യങ്ങൾ മേടിക്കുക. ഈ പില്ലുകൾ യൂസ് ചെയ്ത ആൾക്കാരെ കിടത്തി ഉറക്കി മയക്കിയിട്ടുള്ള പീഡനങ്ങളും കാര്യങ്ങളും നടക്കും. സത്യം. അതായത് ഇവിടെ ഇപ്പൊ സ്വന്തം വീട്ടിലുള്ള അമ്മയും പെങ്ങളടക്കം പിൽസ് കൊടുത്തിട്ട് കിടത്തി ഉറക്കി ഫോട്ടോസ്, മറ്റേ ഫോട്ടോകൾ എടുത്ത് ഈ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് കാശുണ്ടാക്കുന്നു. അതങ്ങനെ ഷെയർ ചെയ്ത് ആനന്ദം കണ്ടെത്തുന്നു. ചിലപ്പോൾ കുട്ടികളായിരിക്കാം, അണ്ടർ ഏജിലുള്ള കുട്ടികളായിരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്ക്. നാളെ ഈ സ്വന്തം അമ്മയും പെങ്ങളെ ഉറക്കി കിടത്തി ഫോട്ടോ എടുക്കുന്നവൻ ഇതേ സ്വന്തം അമ്മയും പെങ്ങളെയും പരിപാടി ചെയ്യില്ലെന്ന് എന്തുറപ്പ്? ഉറക്കി കിടത്തിയിട്ടും അല്ലാണ്ടും പല രീതിയിൽ പരിപാടി ചെയ്യില്ല എന്ന് എന്തുറപ്പ്? ചെയ്യും. ഈ ഉറക്കി കിടത്തിയമാര് ചെയ്തും കാണും, പറയാൻ പറ്റത്തില്ല. എന്റെ പൊന്നടാവേ, എവിടെയാടാ നമ്മുടെ ലോകം പോയി ഇടിച്ചു നിൽക്കുന്നത്? പേടിയാവുന്നു. വീട്ടിലെ പെണ്ണുങ്ങളടക്കം വീട്ടിന്റെ അകത്ത് പോലും സേഫ് അല്ലാത്ത കാലത്തിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്.
എനിക്ക് പറയാനുള്ളത് എല്ലാ മാതാപിതാക്കളും നിങ്ങളുടെ മക്കൾക്ക് ഫോൺ മേടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എറിഞ്ഞു പൊട്ടിച്ച് കളാ, അല്ലെങ്കിൽ അത് ചെക്ക് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. കണ്ടിട്ട് തന്നെ പേടിയാവുകയാണ് ഇത്തരം കാര്യങ്ങൾ. ഇവര് ഈ ഫോട്ടോ കിട്ടുമ്പോ സെല്ലിയല് മാത്രമല്ല ചെയ്യണത്. ഇവര് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അഡ്മിൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഫോട്ടോസ് എടുത്തിട്ട് ഈ ഓരോ ആൾക്കാരെ ബ്ലാക്ക് മെയിലും ചെയ്യുന്നുണ്ട്. ആ ബ്ലാക്ക് മെയിൽ ചെയ്യണത് ഐദർ അവർക്ക് കൂടുതൽ ഈ പെണ്ണിന്റെ ഫോട്ടോസ് കിട്ടാനോ അല്ലെങ്കിൽ വീട്ടുകാരുടെ ഫോട്ടോസ് കൊടുക്കാനോ. ഭയങ്കര ഫ്രണ്ട്ലി ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവര് ബ്ലാക്ക് മെയിൽ ചെയ്യണത് ലൈക്ക് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ ഇതൊന്നും പുറത്തൊന്നും വരുന്നില്ല, നീ പേടിക്കണ്ട, നീ ചെയ്യണമെന്നില്ല, അത് കുഴപ്പമൊന്നുമില്ല, നീ ഇട്, വെറുതെ ഞങ്ങളെ ബാഡാക്കരുത്, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ ഇത് വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകും, ഞങ്ങൾ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണം, വെറുതെ നീ ആയിട്ട് ഞങ്ങൾ അത് ഇതാക്കി ഇതാവുമ്പോൾ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് നിർത്തും പോകും എന്നുള്ള സീനിൽ എന്ത് ചെയ്യും, ഇത് ഈ യൂസേഴ്സിനെ, ഈ അപ്ലോഡ് ചെയ്യണ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡിനെ അത് വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും, ബ്ലാക്ക് മെയിൽ ചെയ്യും. ഇവര് മെയിൻലി ബ്ലാക്ക് മെയിൽ ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ ചെറിയ പിള്ളേരുണ്ട് ഇതിന്റെ അകത്ത്, ഈ 15 വയസ്സുള്ള 22, 23 വയസ്സുള്ള പിള്ളേരുണ്ട് ഇതിന്റെ അകത്ത്. ഇവരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവര് മെയിൻലി ബ്ലാക്ക് മെയിലിംഗിലേക്ക് കൊണ്ടുപോകണം. ബാക്കിയുള്ളവരുടെ ഇത് ഇവരെടുത്ത് സെല്ല് ചെയ്യലും അതിന്റെ താഴെ തന്നെ പ്രായമുള്ളവരെ ഇവര് ബ്ലാക്ക് മെയിൽ ചെയ്ത് പെടുത്താനാണ് നോക്കുന്നത്. ഈ ഒരു ചാറ്റ് ഞാൻ ഇതിലുണ്ടായിരുന്ന ഒരാളോട് ലൈക്ക് ഈ ഗ്രൂപ്പിൽ തന്നെ ആരെങ്കിലും പെട്ടിട്ടുണ്ട്, ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നുണ്ടാന്ന് ചോദിച്ച് എനിക്ക് കിട്ടിയൊരു പുള്ളിയാണ് ഞാനിപ്പോ കാണിച്ച പ്രൂഫ്. ഓക്കെ, ഇതേപോലെ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ ലൈക്ക് മോർ ഓഫ് അതിലേക്ക് എനിക്ക് കൂടുതൽ തെളിവില്ല, എന്റെ കയ്യിൽ കൂടുതൽ എവിഡൻസ് ഇല്ല. എനിക്ക് അതിലേക്ക് എത്താനും വിചാരിക്കണ ഇതല്ല, അത് എത്താൻ അവരെന്നെ ടാർഗറ്റ് ചെയ്ത് വരാണ്ട് എനിക്ക് അതിലേക്ക് എത്താൻ പറ്റിയില്ല. കണ്ടല്ലോടെ ബ്ലാക്ക് മെയിലും, കുട്ടികളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പല ഫോട്ടോസും പല വീഡിയോസും ഈ പറയുന്ന അഡ്മിൻസ് വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ നടക്കുന്നുണ്ടോ? ഇവന്മാരെല്ലാം തൂക്കിയിട്ട് മറ്റേ കീഴത്തിനകത്തോണ്ടിട്ട് തീറ്റി പോറ്റരുത്, വെടിവെച്ച് വല്ല എൻകൗണ്ടറോ വല്ലതൊക്കെ ചെയ്താൽ മാനങ്ങ് തീർക്കണം. പക്ഷെ എന്തോന്നാണ് ഇവിടെ നടക്കുന്നത്? ഇത് കേരളം തന്നെ? എനിക്കറിയാൻ പാടില്ലാതെ ഞാൻ ചോദിക്കുക. തന്തയില്ലായ്മയുടെ അങ്ങേ അറ്റമാണ് ഇവിടെ ഇപ്പൊ നടക്കുന്നത്. ഇതുപോലെ തന്നെ ഇവർ ഈ ഫോട്ടോസ് കൂടുതൽ കളക്ട് ചെയ്യണതിൽ വേറൊരു ഗെയിമും കൂടി ഉണ്ട് ഈ അഡ്മിൻസ്. ഇവരെന്തെന്ന് വെച്ചാൽ ഈ പെണ്ണിന്റെ ഫോട്ടോ വെച്ചിട്ട് വേറൊരു ഇൻസ്റ്റാഗ്രാം ഐഡി തുടങ്ങിയിട്ട് എന്തെന്ന് വെച്ചാൽ നേരെ ഈ പൈസ ഉള്ള ആൾക്കാരായിട്ട് ചാറ്റ് ചെയ്ത് അവരായിട്ട് ഈ ന്യൂഡിറ്റി ഒക്കെ ഷെയർ ചെയ്ത് ഒരു ഹണി ട്രാപ്പ് പോലത്തെ ഒരു സെറ്റപ്പ് ഇവരുണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് ആ ചാറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഭീഷണിപ്പെടുത്തി ലൈക്ക് പൈസ ചോദിക്കുന്നവരുണ്ട്. അതിലും എനിക്ക് പ്രൂഫില്ല, പക്ഷേ ഇതൊക്കെ ഉണ്ടെന്നുള്ളത് ആ ഗ്രൂപ്പിൽ കയറി കുറച്ച് നാൾ നിങ്ങൾക്ക് ഇന്ററാക്റ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിൻസിനെ കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ നമുക്ക് അഡ്മിൻസിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല, കാര്യം ഇപ്പൊ ഫുള്ളി ഓട്ടോമേറ്റഡ്. ഈ യൂസ് ചെയ്യണവർക്ക് ഈ ഇതിൽ ഫോട്ടോസ് ഇടുന്നവർക്ക് പോലും അറിയില്ല ഇതിൽ എത്രത്തോളം ഡേഞ്ചർ ഉണ്ട്, ഇതിൽ എത്രത്തോളം ട്രാപ്പ് ഉണ്ട്, ഇവരെങ്ങനെയാണ് ഇതിൽ പെടണത്. ഇവർക്കൊന്നും അറിയില്ല ഇവർ പെടണുണ്ടാ പെടൂലേ, ഒരു കുന്തും അറിയാണ്ട് ഇത് നോർമലാണ് ഓക്കെ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഇതിൽ തുടങ്ങുന്നത്. വൺസ് ഇതിലേക്ക് കയറിക്കാൻ ഇവർ പെട്ട്. കാര്യം ഇതിലെ യൂസേഴ്സ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് പ്രൂഫ് വെക്കാം. അഡ്മിൻസ് ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പിന് വേണ്ടി എഫേർട്ട് ഇടുന്ന കുറഞ്ഞ സമയമാണ് 5 മണിക്കൂർ, ഒരു ദിവസം 2 ദിവസം എന്നുള്ളത്. ഇവർ ഇത്ര എഫേർട്ട് ഇടുന്ന എന്തിനാണ്? വെറുതെ നമുക്ക് എല്ലാവർക്കും പ്ലഷർ കിട്ടാൻ വേണ്ടിയാണ് ഇവർ ഈ എഫേർട്ട് ഇടണമെന്നാണ് നിങ്ങളുടെ വിചാരം? അതുകൂടാണ്ട് അവർ ഇതിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓരോ ബോട്ടുകൾ ഇവര് എടുത്ത് ഈ ഗ്രൂപ്പിൽ വെച്ചേക്കണം എന്ന് വെച്ചാൽ IP അഡ്രസ് കിട്ടാതിരിക്കാൻ, ഓട്ടോമേറ്റഡ് ആയിട്ട് എല്ലാം ഓടാൻ വേണ്ടി, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വെച്ചേക്കണ ബോട്ട് ഇവര് പെയ്ഡ് ആയിട്ടാണ് എടുക്കണം. എക്സ്പെൻസീവ് ആണ്. എന്തിനു ഇവർ ഇത്രയും പൈസ കൊടുത്തിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യണം? അതിനെപ്പറ്റി ആരെയും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ചിന്തിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഐദർ ഇതിൽ പെട്ടവർ ഇതിനെപ്പറ്റി പറയാൻ റെഡിയോ അല്ല, ഇതിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഈ പെടാമോണെ പറ്റി അറിയണമില്ല. ഈ ഒരു ബ്ലാക്ക് മെയിൽ കാരണം ഒരു പക്ഷേ എനിക്ക് പ്രൂഫില്ല, ഒരു പക്ഷേ പല രീതിയിലുള്ള ഇൻസിഡൻസ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടാവും. കാര്യം ഇപ്പൊ ഞാൻ റീസെന്റ് ഉണ്ടായ ചാറ്റും ഇതിനു മുമ്പ് ഞാൻ കുറെ പേരായിട്ട് ഉണ്ടായ കോൺവെർസേഷൻ വെച്ചിട്ട് എനിക്ക് മനസ്സിലാന്ന് വെച്ചാൽ ലൈക്ക് അവർ പെട്ട് എന്ന് തോന്നിക്കാനാൽ അവർ ഏത് എക്സ്റ്റെന്റിലും ലൈക്ക് ഇവർക്ക് ഈ റിയാലിറ്റി എസ്കേപ്പ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡാണ്. എന്ത് വേണമെങ്കിലും അവർ ചെയ്തേക്കാം, എങ്ങനെ വേണമെങ്കിലും അവർ ഈ റിയാലിറ്റി എൻഡ് ചെയ്യാനായിട്ട് എന്ത് വേണമെങ്കിലും ചിലപ്പോൾ അവർ ചൂസ് ചെയ്യും. മെയിൻ ആയിട്ട് ഇവർ എയിം ചെയ്യണത് ഈ 15 വയസ്സോ 23 വയസ്സുള്ള ആൾക്കാരാണ്. അതിന്റെ മേളിലേക്കുള്ളവരൊന്നും ഇവരെ എയിം ചെയ്യുന്ന കാര്യം ബാക്കി ഈ ചെറിയ പിള്ളേരെ പെട്ടെന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ എളുപ്പമാണ്, അവരെ പൂട്ടാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് അവരെ പിടിക്കുന്നത്. മേളിലുള്ളവരുടെ ഫോട്ടോസ് കിട്ടുന്ന ഫോട്ടോസ് ഇവർ നേരെ സെല് ചെയ്യാനാണ് ചെയ്യുന്നത്. ഇതിൽ ഇടുന്ന ഫോട്ടോസ് വേറൊരു രീതിയിൽ ഈ 15 വയസ്സോ 22 വയസ്സോ ഇവരെയാണ് ഞാൻ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. ഈ ഇത്രയും പ്രായമുള്ളവർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്യും, ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോസ് വേറൊരു ഫോം വെച്ചെടുത്തിട്ട് ഇവരെന്ത് സെല്ല് ഗ്രൂപ്പിലിട്ടിട്ട് സെല്ല് ചെയ്യുന്നുണ്ട്. ഇത് ഇവർക്ക് എന്തിനു പൈസക്ക് വേണ്ടി. അങ്ങനെയും ഒരു കൂട്ടം പിള്ളേർ ഇതിന്റെ അകത്ത് കിടന്നിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. എന്റെ പൊന്നടാവേ, എന്തൊക്കെ നടക്കുന്നത്! വൺസ് ഇതിന്റെ അകത്ത് പെട്ടത് തന്നെയാണ്. കുട്ടികളടക്കം ഇതിൻ്റെ അകത്തുണ്ട്. ഈ 17, 18, 16 വയസ്സായ കുട്ടികൾ എങ്ങനെ ഇതിൻ്റെ അകത്ത് വരുന്നു? ഈ കുട്ടികൾക്ക് തലതെറിച്ച മാതാപിതാക്കൾ ഫോൺ എന്തിനാണ് മേടിച്ചു കൊടുക്കുന്നത്? ഇത്രയും ബോധമില്ലാത്ത മാതാപിതാക്കൾ എന്തിനാണ് ഈ കുട്ടികൾക്ക് ഫോൺ മേടിച്ചു കൊടുക്കുന്നത്?
നിങ്ങൾ മേടിച്ചു കൊടുക്കാതെ ഈ 17, 18 വയസ്സായ പിള്ളേരിൽ അല്ലെങ്കിൽ 16, 15, 14 വയസ്സായ പിള്ളേരുടെ കയ്യിൽ ഫോൺ വരത്തില്ല. എങ്ങനെ അവരുടെ കയ്യിൽ ഫോൺ വരുന്നു? നിങ്ങൾ മേടിച്ചു കൊടുക്കാതെ. എന്തായാലും സമ്പാദ്യമൊന്നും കാണൂലല്ലോ ഈ പ്രായത്തിലെ പിള്ളേരുടെ കയ്യിൽ. അപ്പൊ നിങ്ങൾ മേടിച്ചു കൊടുക്കാണ്ട് ഈ പിള്ളേരുടെ കയ്യിൽ ഫോൺ വരത്തില്ല. ഈ പിള്ളേരുടെ കയ്യിൽ ഇന്ന് മാതാപിതാക്കളും എല്ലാത്തിനും തല അടിച്ചു പൊളിക്കണം. കാരണം പണം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം കിടന്ന് ഓടും. അതിന്റെ ഇടയ്ക്ക് പിള്ളേരെ സന്തോഷപ്പെടുത്താനും സംതൃപ്തിപ്പെടുത്താനും ഫോൺ വാങ്ങിക്കൊടുത്ത് വീടുകളിലങ്ങ് ഇരുത്തും. അതിനെ തുടർന്ന് പിള്ളേർ എന്തൊക്കെ ചെയ്യുന്നു എന്ന് പോലും ഇവരൊന്നും തിരിഞ്ഞു നോക്കില്ല. രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് വീടുകളിലെത്തും. പിള്ളേർ തോന്നിയ മാസം പോലെയാണ് നടക്കുന്നത്. തോന്നിവാസം, തനി തോന്നിവാസമാണ് ഓരോ വീടുകളിൽ നടക്കുന്നത്. പണം ഉണ്ടാക്കാൻ വേണ്ടി അപ്പനും അമ്മ എല്ലാം കൂടി അങ്ങ് ജോലിക്ക് പോകും. പിള്ളേരെ തോന്നിവാസത്തിന് പോകും. ഇപ്പൊ ഫോണും അതും ഇതുമൊക്കെ ആയിട്ട് പിള്ളേർ വീടുകളിൽ വന്നിരുന്ന് എന്തൊക്കെ തന്തയിലായ്മയാണ് ചെയ്യുന്നതെന്ന് ഇപ്പൊ കാണുന്നുണ്ടല്ലോ. മാതാപിതാക്കൾക്ക് എല്ലാം ഇതിലൊരു പങ്കുണ്ട്. പിള്ളേരെ വളർത്തി വഷളാക്കി തൊലയ്ക്കുന്നതിൽ ഒരു പങ്ക് മാതാപിതാക്കൾക്ക് തന്നെയാണ്. ഉണ്ടാക്കിയിട്ടാ നോക്കാൻ പഠിക്കണവരെ, അല്ലെങ്കിൽ ഉണ്ടാക്കിയിടാൻ പോലെ. മനസ്സിലായ? കൂടുതൽ ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ ഞാൻ കൂടിപ്പോകും, പച്ചത്തെറി വിളിക്കേണ്ടി വരും. ബാക്കി ട്രാപ്പ് ഗെയിം എന്താണെന്ന് വെച്ചാൽ ഇവര് നമ്മൾ ഇപ്പൊ കക്കോൾ അല്ലെങ്കിൽ ഈ കക്കോൾ എന്ന് പറഞ്ഞാൽ ഈ വിഭാഗക്കാർ ഗേൾഫ്രണ്ടിന്റെയും വൈഫിന്റെയും യൂണിറ്റി ഒക്കെ ഇടുന്നത് ഒരു ബോട്ട് ത്രൂ ആയിരിക്കും. ഓക്കെ, ഈ ബോട്ട് ത്രൂ ഗ്രൂപ്പിലേക്ക് ആയിരിക്കും ഇടുന്നത് അനോണിമസ് ആയിട്ട്. ഇത് നേരെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബോട്ടിലേക്ക് നമ്മൾ ഈ ഫോട്ടോ ഇടുമ്പോഴത്തേക്ക് നേരെ അനോണിമസ് ആയിട്ട് നമ്മൾ ഈ മെയിൻ ഗ്രൂപ്പിലേക്ക് ഇടുന്നതായിരിക്കും. മിക്ക സിനാരിയോ നടക്കുന്നതെന്ന് വെച്ചാൽ പെൺപിള്ളേർ തലയില്ലാത്ത ഫോട്ടോ എടുക്കണം. ഓക്കെ, അപ്പൊ ആർക്കറിയില്ലല്ലോ തലയില്ലാത്ത ഫോട്ടോസ്, ന്യൂഡിറ്റി ആയിട്ടുള്ള തലയില്ലാത്ത ഫോട്ടോസ്, ഹോട്ട് ഫോട്ടോസ് ഒക്കെ ഇടും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇവർ ഈ ഫേസ് ഉള്ള ഫോട്ടോസ്, ഏത് മര്യാദക്കുള്ള ഫേസ് ഉള്ള ഫോട്ടോസ് ഇവരിടും. ലൈക്ക് ഈ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇടും. അപ്പൊ എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ ആരും അറിയുന്നില്ല, പക്ഷെ ഇവർക്ക് ആ ഒരു പ്രഷറും കിട്ടും. ഇതാണ് ഇവരുടെ പ്രഷർ ഗെയിം. ഇതാണ് ഇവര് എല്ലാരും കാണുന്നു, പക്ഷെ ആർക്കും മനസ്സിലാവണമില്ല ഇവളുടെ ന്യൂഡിറ്റി അതിന്റെ അകത്ത് ഉണ്ടെന്നുള്ള ഒരു പ്രഷറിലാണ് ഇവരെല്ലാരും ജീവിക്കുന്നത്. അപ്പൊ ഇതിലെന്താ പറ്റണ എന്ന് വെച്ചാല് ഇതില് ഈ ബോട്ടിലേക്ക് ഇടുമ്പോ ഈ ഫോട്ടോസ് പോണത് രണ്ട് സൈഡിലേക്കാണ്. ഒന്നാമത് ഇതാണ് ആർക്കും അറിയില്ല, ഇടണവർക്കും അറിയില്ല, ഇവർ പെട്ടുപോകും. ഇത് ട്രാപ്പ് ഗെയിം ആണ്. ഓക്കെ, ഇവരുടെ വിചാരം ഇവരിത് ഇടുമ്പോൾ നേരെ ഗ്രൂപ്പിൽ ഇടും, തീരും. അത് ഒരു 10 മിനിറ്റ് ഗ്രൂപ്പിന്റെ ടൈമർ, അത് കഴിഞ്ഞാൽ തീരും എന്നാണ് ഇവരുടെ വിചാരം. പക്ഷെ അങ്ങനെയല്ല, ഇത് ഒരു ട്രാപ്പ് ഗെയിമാണ്. ഇത് നമ്മ ആ ഒരു ബോട്ടിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ചാൽ ഇത് നേരെ ഇതിലേക്കും പോകും, അനോണിമസ് ആയിട്ടുള്ള ഗ്രൂപ്പിലേക്ക് പോകും, വേറെ അഡ്മിൻസിന്റെ കയ്യിലേക്ക് സെപ്പറേറ്റഡ് ആയിട്ട് പോകും. അപ്പൊ എന്താ നടക്കണം എന്താന്ന് വെച്ചാല് ഈ അനോണിമസ് ഗ്രൂപ്പിൽ അറിയാൻ പറ്റില്ല ആരുടെ ന്യൂഡിറ്റിയാണ് ആരുടെയാണ് ഫോട്ടോ എന്നൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ ഈ അഡ്മിൻസിനെ കറക്റ്റ് അറിയാൻ പറ്റും ആരാണ് ഇത് അപ്ലോഡ് ചെയ്തത്, ആരുടെ ന്യൂഡിറ്റിയൊക്കെയാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അഡ്മിൻസിന് കറക്റ്റും ക്ലിയർ ആയിട്ട് ഇത് കിട്ടും. ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് എടുത്തിട്ട് ഐദർ ഇപ്പൊ ഇതിൽ തന്നെ അല്ലെങ്കിൽ വേറൊരു സൈഡ് വേറൊരു ഗ്രൂപ്പിൽ ഇത് കൊണ്ടുപോയിട്ട് ഇവർ പെയ്ഡ് ആയിട്ട് വിൽക്കും. ഇതാണ് ഒരു വേ ഓഫ് ഇൻകം അഡ്മിൻസ് ജനറേറ്റ് ചെയ്യണത്. ഇതിൽ അങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഇവർക്ക് കിട്ടുന്ന ന്യൂഡിറ്റി ഇവരെന്ത് ചെയ്യും, റെയർ പ്രീമിയം മല്ലു ന്യൂഡിറ്റി എന്ന് പറഞ്ഞിട്ട് ഇവർ വേറൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് പെയ്ഡ് ഗ്രൂപ്പ് ആക്കിയിട്ട് ഇവർ ഇത് നല്ല പൈസക്ക് വിൽക്കും. ഓക്കെ, അപ്പൊ ഇത് ഭയങ്കര എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിരിക്കും. മനസ്സിലായോ? ഇത് ട്രാപ്പ് ചെയ്യണം. ഇത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അഡ്മിൻ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കും തന്നെ അഡ്മിന്റെ കുറെ പേര് ഈ ഗ്രൂപ്പിൽ ഓൾറെഡി ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, അവിടെ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയ ന്യൂസ് എടുത്തിട്ട് പറയും എന്റെ പെങ്ങളാണ്, എന്റെ ഗേൾഫ്രണ്ടാണ്, എന്റെ ഇതാണ്, എന്റെ വൈഫാണ്, എന്റെ എക്സാന്ന് പറഞ്ഞിട്ട് ഓരോ ന്യൂഡിറ്റി കൊണ്ടുവന്നിടും. അപ്പൊ കാണുന്നവർ വിചാരിക്കും ഓക്കെ ഇതിൽ സേഫ് ആണ്, ഈ ഗ്രൂപ്പിൽ ഇരുന്ന സേഫ് ആണ്, കുഴപ്പമില്ല, നോർമലൈസ്. അങ്ങനെ കണ്ട് ഇത് നോർമലൈസ് ആയിട്ടാണ് ബാക്കിയുള്ളവരെ അറിയാണ്ട് പുഷ് ചെയ്യണത്. ആരെ വിശ്വസിച്ചടാ ഇന്ന് വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങും സമാധാനത്തോടെ? ഞാൻ അതാണ് ആലോചിക്കുന്നത്. എന്തോന്നൊക്കെയാണ് ഇവിടെ നടക്കുന്നേ. ബാക്കി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എനിക്കറിയാനുള്ള ഈയിടെയായിട്ട് ഇൻസ്റ്റാ കമന്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇൻഫ്ലുവൻസേഴ്സിന്റെ അല്ലെങ്കിൽ സാധാരണ പെൺപിള്ളേരുടെ ഫോട്ടോസിലൊക്കെ പോയിട്ട് ഭയങ്കര വൾഗാരിറ്റിയിൽ സംസാരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അത് എവിടെ നിന്ന് തന്നെ അറിയും, അൺനോൺ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഇവന്മാർ ഓടി എല്ലാവരും കൂടി വന്ന് ഇവിടെ കുറ്റിയടിച്ച് കമന്റ് അടിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയും. ടെലഗ്രാം ഗ്രൂപ്പ്സിന് നല്ലൊരു പങ്കുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഇവർ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് പ്രൊഫൈലും കൂടി മെൻഷൻ ചെയ്തിടും. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആൾക്കാർ ഇത് കാണുമ്പോൾ അവർക്ക് പ്ലഷർ കിട്ടാൻ വേണ്ടി ഓടി വന്നിട്ട് എന്ത് ചെയ്യും, ഓൾറെഡി ആ ഗ്രൂപ്പിലിട്ട് അവരാധിക്കും പെണ്ണിന്റെ ഫോട്ടോസും കാര്യങ്ങളും ഇട്ടിട്ട് ഇതാക്കും. അത് കൂടാണ്ട് ഇവർ വന്നിട്ട് എന്തെങ്കിലും കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും. അതിനിടയിൽ ഡെയർ കൊടുക്കണം, നീ പോയിട്ട് ഇങ്ങനെ പറ, നീ പോയിട്ട് ഇങ്ങനെ പറയാനുള്ള അത് കണ്ടില്ല ഇതിനെപ്പറ്റി പറയാന്ന്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഓൾമോസ്റ്റ് എല്ലാത്തിലും ഈ കാര്യം ഇൻഫ്ലുവൻസ് ആവേണ്ടതുണ്ട്. ഈ ഒരു കാര്യം ഓൾമോസ്റ്റ് എല്ലായിടത്തും എഫക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഈ കമന്റ് ഇടുന്ന ആൾക്കാരായ പോലും നമുക്കിപ്പോ കണ്ടുപിടിക്കാൻ പറ്റും ആരാണ് കമന്റ് ഇടണം എന്നുള്ളത്. നേരെ അവരെ പോയിട്ട് അവരുടെ ഫോൺ ചെക്ക് ചെയ്താൽ ചിലപ്പോൾ ഇതിലും വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. എന്റെ പള്ളി, എന്തോന്നൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? പേടിയാവുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഇന്ന് തമിഴ്നാട്ടിൽ പോകാൻ പോകണം. അവിടുത്തെ CM-ന്റെ അടുത്തെങ്കിലും പോയി പറയാൻ പോകണം, നമ്മുടെ കേരളം കഞ്ഞി പരുവത്തിരിക്കുകയാണ്, ഒന്ന് രക്ഷിക്കണമെന്ന്. വേറെ ആരുമില്ല, തളപതി വിജയ്. ഓക്കെ, ആ അവസ്ഥയിലോട്ട് കൊണ്ട് എത്തിക്കരുത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ ഇനിഷ്യേറ്റീവ് എടുത്തേ പറ്റത്തുള്ളൂ. വേറെ ഒന്നും ജനങ്ങൾക്ക് വേണ്ടി ഇപ്പൊ തൽക്കാലം ചെയ്യണ്ട. ബാക്കി എല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഒരു വിഷയത്തിൽ, കാരണം
റോഡിലൂടെ സ്ത്രീകൾക്ക് നടന്നു പോകാൻ പറ്റത്തില്ല, ബസ്സിൽ പോകാൻ പറ്റത്തില്ല, സ്വന്തം വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല. എന്തിനാ? സ്വന്തം വീട്ടിൽ പോലും സേഫ് അല്ല സ്ത്രീകൾ. സ്വന്തം വീട്ടിൽ പോലും, സ്വന്തം മക്കളടുത്തും സ്വന്തം ഭർത്താവിൻ്റെ അടുത്തും ആരടുത്തും സേഫ് അല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് സ്ത്രീകൾ കടന്നു പോകുന്നത്. ഇതാണ് ശരിയാക്കേണ്ടത്, ഇതാണ് റെഡി ആക്കേണ്ട കാര്യം. ഇത് റെഡി ആക്കിയേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇത് ആപ്പ കേസായിട്ട് വിടാൻ പറ്റത്തില്ല. എല്ലാവരും മാക്സിമം ഇത്തരം വീഡിയോകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അയക്കുക, അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, ഈ കാര്യം ഒന്ന് ചർച്ച ചെയ്യുക. എൻ്റെ പൊന്നു സാറേ, സഹായിച്ചാൽ പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ വീട്ടിലെ അമ്മയും പെങ്ങളും അടക്കം എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ്. സ്ത്രീകൾ സ്വന്തം വീട്ടിൽ പോലും സേഫ് അല്ല എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ദയവ് ചെയ്തിട്ട് ഈ ഒരു കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കിയേ പറ്റത്തുള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇടണം. ബൈ.